നമസ്കാരം. CMRL എക്സാലോജിക് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടനെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് ഇവര് ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ശരിവെക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായപ്പോഴാണ് മാത്യു കുഴൽനാടനെ കണ്ടം വഴി ഓടിച്ചത്. ഇതിപ്പോ ആദ്യത്തെ ഓട്ടമൊന്നും അല്ലല്ലോ. നമുക്കറിയാം, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇതേ സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹർജി കൊടുത്ത ആളാണ് ഈ മാത്യു കുഴൽനാടൻ. അന്ന് കോടതി ചോദിച്ചത് പേപ്പറുകളെല്ലാം എടുത്ത് നോക്കിയ ശേഷം, മിസ്റ്റർ മാത്യു കുഴൽനാടൻ, നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തെളിവാണ് നിലവിലുള്ളത് എന്നാണ്. ഒരു തെളിവുമില്ലാതെ ഈ കോടതിയെ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം മാത്യു കുഴൽനാടനെ ചവിട്ടി പുറത്താക്കി. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അവിടെ നിന്നൊക്കെ തള്ളി അവസാനം ഹൈക്കോടതിയിൽ എത്തിയതാണ്. ഇപ്പോ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒക്കെ നടത്തിയത് വെറും വ്യാജ പ്രചരണവും പെരുന്നുണയും രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നമ്പറുകളായിരുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞു എന്ന് കണ്ടപ്പോ ഇപ്പൊ VD സതീശനെയും കാണാനില്ല, മാത്യു കുഴൽനാടനെയും കാണാനില്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കളെയും കാണാനില്ല. എന്തൊക്കെ മേളമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് CMRLന്റെ കയ്യിൽ നിന്ന് 1.72 കോടി രൂപ അത് മാസപ്പടിയായിട്ട് വാങ്ങിയത്രേ. എക്സാലോജിക്ക് ഈ പറയുന്നത് പോലെ പൈസ മേടിച്ചിട്ടുണ്ട്. എന്തിനാണ്? കൊടുത്ത സേവനത്തിന്റെ പൈസ മേടിച്ചിട്ടുണ്ട്. അത് CMRL ആ സേവനമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്ത തുകയാണ്. അപ്പൊ അത് മാസപ്പടിയാണെന്ന് പറഞ്ഞ് അങ്ങ് ചിത്രീകരിക്കുക. എന്തൊക്കെ പെരുന്നുണയാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ മുഖ്യമന്ത്രി അങ്ങ് വഴിവിട്ട് CMRLനെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് നിന്നങ്ങ് അടിക്കുകയാണ്. ഒരു സർക്കാരിനെതിരെ നുണ പറയുമ്പോൾ ആ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി, ആ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആളുകളെ പോലും വെറുതെ വിടുന്നില്ല മാത്യു കുഴൽനാടൻ. ഈ സമാനമായിട്ടുള്ള ആരോപണം നിയമസഭയിലും ഉന്നയിക്കുന്നു. അങ്ങനെ സഭയിൽ ഉന്നയിക്കാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി നല്ല കണക്കിന് മറുപടി കൊടുക്കുമ്പോഴും ഇവർക്ക് തിരിച്ച് എതിർത്ത് സംസാരിക്കാൻ ഒന്നുമില്ല. എവിടെ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല. നമ്മുടെ ഈ PV അൻവറിന്റെ കണക്കാണ്. തെളിവൊന്നുമില്ല. അതൊക്കെ ചോദിക്കരുത്. മുഖ്യമന്ത്രി ഈ ഒരു ആരോപണമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കുടുംബിരി കൊള്ളുന്ന ചർച്ച നടത്തി തുടങ്ങി അന്ന് മുതൽ പറയുന്നതാണ്, എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല, ഏത് അന്വേഷണ ഏജൻസിയെ വെച്ച് വേണമെങ്കിലും നിങ്ങൾ അന്വേഷണം നടത്തിക്കോ, ഏതിനോടും സഹകരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഷോൺ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് എവിടെ എത്തി? ഒരു കുന്തവും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുമില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. ഒരു രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല എന്ന് SFIക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് വേറെ അന്വേഷണ ഏജൻസികൾ നടത്തണമെന്ന് ആവശ്യമായിട്ട് ഒരു രംഗത്തേക്ക് വരാത്തത്? ആദ്യം വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കേട്ടോ, പിന്നെ വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ മലക്കം പറഞ്ഞൊക്കെ നമ്മുടെ കുഴൽനാടൻ കുറെയൊക്കെ ഇങ്ങനെ തള്ളി നീക്കി. കാരണം എന്തായിരുന്നു? ആ സമയത്താണ് നമ്മുടെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു ആയുധം ഉണ്ടാക്കിയെടുക്കുക. ആ ആയുധത്തിന്റെ പേരായിരുന്നു മാസപ്പടി എന്ന് പറയുന്നത്. മാസപ്പടി എന്ന് പറയുന്ന ആയുധം വെച്ചുകൊണ്ട് കുറെ കളി കളിച്ചു കേട്ടോ ഇവർ. ചില നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എത്രയൊക്കെ ഒരു നുണയെ, ഒരു കള്ളത്തെ ഇങ്ങനെ മറച്ചു വെക്കാൻ ശ്രമം നടത്തിയാലും അത് ഒരു നാൾ പുറത്തു വരും എന്ന് പറയുന്നത് പോലെ ഇതാ ഇങ്ങനെ പുറത്തു വരികയാണ്. അപ്പോ VD സതീശനടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോ പറയാനുള്ളതെന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാത്യു കുഴൽനാടനെ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണാനേ ഇല്ല. നോക്കൂ, ഇന്നത്തെ ദിവസം VD സതീശനാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളാകട്ടെ ഒരൊറ്റ നേതാക്കളും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർ ഭയപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നിരിക്കുന്നല്ലോ, അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയല്ലേ, മാത്യു കുഴൽനാടന് തിരിച്ചടിയല്ലേ, നിങ്ങൾ പെരുന്നുണയന്മാരാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ എന്ന് ചോദിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിനു മുമ്പിൽ അവർക്ക് ഇനി എന്തെങ്കിലും ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മനഃപൂർവ്വം മുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അധികാരത്തിൽ കയറാൻ വേണ്ടി ഏതുമൊക്കെ വിളിച്ചു പറയാം മാധ്യമങ്ങളുടെ കൂട്ടുണ്ടെങ്കിൽ എന്നായിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഇമാതിരി തെമ്മാടിത്തരം വിളിച്ചു പറയുമ്പോൾ അതൊക്കെ പൊളിച്ചടക്കാൻ ഇവിടെ ഒരു കോടതി ഉണ്ട് എന്ന് മറന്നു പോകരുത്. കോട്ടിട്ട ജഡ്ജിമാര് ഒരുപക്ഷെ ഈ പറയുന്ന മാത്യുവൊക്കെ പറയുന്ന പെരുന്നുണകൾ സത്യമാണെന്ന് പറഞ്ഞേക്കും. പക്ഷേ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു വെക്കരുത്. എന്തൊക്കെ മേളമായിരുന്നു. കോട്ടിട്ട കാതികനൊക്കെ 24-ലിരുന്നു അങ്ങ് നിന്നടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നിന്ന് ഇത്രയും കോടി രൂപ മേടിച്ച് നാണാവില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ചാപ്പ കുത്തുകയായിരുന്നു. പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നില്ല. കാരണം
അങ്ങനെ അത് ശീലമില്ലല്ലോ. ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തി മാത്രമാണല്ലോ ശീലം. റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി എന്ത് തെമ്മാടിത്തരം പറയാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് യാതൊരു ഉടുപ്പുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആ കാതികൻ ഇരുന്ന് പറയുന്നത് കേട്ടില്ലേ, പൈസ കിട്ടണം അതിനു വേണ്ടി എന്തു പറയും, ഞങ്ങൾക്ക് അതാണ് പ്രധാനപ്പെട്ട, റീച്ച് വേണം, അതിനു വേണ്ടി എന്തു പറയും, ഉളുപ്പില്ല എന്ന് തെളിയിച്ചു. ഈ അധമ മാത്രയും പ്രതിപക്ഷവും കൂടി LDF സർക്കാരിനെ താഴെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, ഇതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ കാണുന്നുണ്ട്, നിങ്ങളെ നന്നായി തന്നെ വിലയിരുത്തുന്നുമുണ്ട്. 2021 ഇതിനേക്കാൾ വലിയ ഗീർവാണം അടിച്ചവരല്ലേ നിങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്നത് UDF ആണോ? അല്ലല്ലോ മാപ്രകളെ. LDF 3.0 സംഭവിക്കാൻ പോവുകയാണ്. കാത്തിരുന്ന് കണ്ടോളൂ. ഇവിടെ അധമ മാപ്രകളും അതുപോലെ തന്നെ പ്രതിപക്ഷവും BJPയും ഒക്കെ കൈകോർത്തുകൊണ്ട് ഈ സർക്കാരിനെ താഴെയിറക്കാൻ പറ്റും എന്നാണ് ഓർത്തിരിക്കുന്നതെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ എമ്പുരാനെതിരെ ഇറങ്ങിയ സംഘികളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. എന്തായാലും ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടനെയും VD സതീശനെയൊക്കെ തേച്ചൊട്ടിച്ചുകൊണ്ട് മന്ത്രി P രാജീവ് ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണാം. അത് തള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുക, അത് ചാനൽ മുറികളിലെ ജഡ്ജിമാരുടെ മുൻപിൽ മാത്രം ചെലവാകുന്ന തെളിവുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് വിജിലൻസ് കോടതി നേരത്തെ തള്ളി, ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ്. ഇതാണ് നേരത്തെ ഹൈക്കോടതി ഒരിക്കൽ ചോദിക്കേണ്ടത്, നിങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് മറ്റു K4 കേസിനകത്ത് ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ കഴിയുമോ എന്നതാണ് ശ്രമിച്ചിരുന്നത്. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ കാണിക്കുന്ന കടലാസുകൾ, ശ്രീ കുഴൽനാടനൊക്കെ കാണിക്കുന്ന കടലാസ് ഏതെങ്കിലും ചാനലിൻ്റെ പത്രത്തിൻ്റെയോ എഡിറ്റർമാരായിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അവർക്ക് തന്നെ നേരത്തെ മനസ്സിലാകുമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ എങ്ങനെയാണ് ഈ തെളിവുകളല്ല എന്നുള്ളതും എന്താണ് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് അടിസ്ഥാനരഹിതമോ യുക്തിരഹിതമായ കാര്യങ്ങളാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സഭയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സഭയ്ക്കകത്തും നുണകൾ ഓരോന്നായി തുറന്നു കാട്ടപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതിയും ശക്തമായി തന്നെ ഇത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കുറേ കാലമായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ആശ്വാസമല്ല, യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഇവർ തുറന്നു കാട്ടപ്പെട്ടു, പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നേടിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ കാണേണ്ടത്. അതൊരു കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു വക്കീല് കക്ഷിയോട് പറഞ്ഞു, നമുക്ക് അനുകൂലമായിട്ട് വിധിയെ കിട്ടിയാണ്, അപ്പീൽ പോകാനുള്ള വിധി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥയുണ്ട്, വക്കീലന്മാർക്കിടയിലുണ്ട്. കേസ് നന്നായി തോറ്റു കഴിഞ്ഞപ്പോൾ കക്ഷി എന്നപ്പോൾ വക്കീല് പറഞ്ഞു നമുക്ക് അപ്പീൽ പോകാനുള്ള വിധിയെ കിട്ടിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനിയും പറയുന്നത് നിങ്ങൾ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതും എടുത്ത് ആഘോഷിക്കാം. യഥാർത്ഥത്തിൽ ഇത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് എത്രമാത്രം അടിസ്ഥാനരഹിതമാണെന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ഇത് തന്നെ പൂർണ്ണമായിട്ടും പത്രസമ്മേളനം ലൈവായി കൊടുക്കുക, ആ നുണകൾക്ക് ആധികാരികതയുണ്ടെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക, അതുവഴി ഒരു പുകമുറ സൃഷ്ടിക്കുക, ഇതാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും UDFും നടത്തിക്കൊണ്ടിരുന്ന BJP നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന. അത് തുറന്നു കാട്ടപ്പെടുകയാണ് ഈ വിധിയിലൂടെയും ചെയ്തിട്ടുള്ളത്. ഏതാരോപണം? അപ്പോൾ ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയായിട്ട് പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ലല്ലോ. ഹൈക്കോടതിക്ക് മുകളിൽ ഒരു കോടതിയായിട്ടല്ലോ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട്. അദ്ദേഹത്തോടാണ് ചോദിച്ചത് നേരത്തെ ഇതെങ്ങനെയാണെന്നുള്ളത്. എന്താ അങ്ങനെയാണെങ്കിൽ അത് അവർ തന്നെ കേസ് കൊടുക്കായിരുന്നു, പ്രതിപക്ഷ നേതാവ് തന്നെ. ഇത് നിയമസഭയ്ക്കകത്ത് തന്നെ അകത്തും പുറത്തെല്ലാം തുറന്നു കാട്ടപ്പെട്ടതാണ്. ഒരു തെളിവുമില്ലാത്ത കാര്യം, നട്ടാൽ മുളയ്ക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ 2 മുറി ഇംഗ്ലീഷുമായിട്ട് അവതരിപ്പിക്കുക, അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടാടുക, പ്രൈം ടൈം അങ്ങ് കൊടുക്കുക, ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിന് അവമതിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമം നടത്തുക. അത് തുറന്നു കാട്ടപ്പെടുമ്പോഴും നിങ്ങളൊരു പ്രാണവായു നൽകാൻ ഓക്സിജൻ സിലിണ്ടറുമായി നടക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് എന്നത് മാത്രമാണ് അവർക്ക് ആശ്വാസകരമായിട്ടുള്ളത്. അത് ഞാൻ തന്നെ പറഞ്ഞു, അപ്പീൽ എന്ന് വെച്ചാൽ ഇത്രയും കാലം കൊണ്ടുമടന്ന തെളിവൊന്നും തെളിവല്ല എന്ന് കോടതി പറഞ്ഞു. ഇതുവരെ കൊണ്ടുമടന്ന തെളിവൊന്നും തെളിവല്ല എന്ന് കോടതി ആധികാരികമായി പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? അതിനാണോ കോടതി പോയത്? ഇത് നിങ്ങൾ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? കോടതി കേസ് തോറ്റ് കഴിഞ്ഞപ്പോൾ 2 കോടതിയും തോറ്റപ്പോൾ കക്ഷി ആകെ വിഷമിച്ചിട്ട് കാശും കൊടുത്തു പോയല്ലോ. ഇതിന് കാശ് വേറെ ഉണ്ടാവുമായിരിക്കും. അപ്പീൽ വക്കീൽ തന്നെയാണല്ലോ പോണത്. അപ്പോൾ വക്കീല് കക്ഷിയോട് പറയുന്നതാണ് അപ്പീൽ പോകാൻ വിധിയുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാൻ വിധിയുണ്ടെന്നുള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിങ്ങളത് തന്നെ ചോദിച്ചു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എത്രമാത്രം അപഹാസ്യമാണത്.